ഹായ്, താറാവ് പപ്പാസ് തണ്ട. താറാവ് പപ്പാസ് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. ഇതിന് വേണ്ട സാധന സാമഗ്രി നമുക്ക് താറാവ് പപ്പാസിന് വേണ്ട സാധന സാമഗ്രികൾ എന്തൊക്കെയെന്ന് പറയട്ടെ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില, തേങ്ങാക്കൊത്ത്. മുളക് പൊടി ഇടാൻ പാടില്ല. ഒരു തേങ്ങയിൽ ഒന്നര തേങ്ങയെങ്കിലും അതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കുക. സബോള, ഒരു 2 കിഴങ്ങും കൂടി ഇടണം. ആദ്യമേ കുക്കറിൽ മസാലപ്പൊടികളെല്ലാം ഇട്ട്, ഗരം മസാല ഇട്ട്, ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് താറാവ് കുക്കറിൽ 3 അടി അടിച്ചെടുക്കണം. 3 അടിയെങ്കിലും വേണം. അതിന് ശേഷം ചീനച്ചട്ടി വെക്കുക. ഉണങ്ങിയ തേങ്ങാക്കൊത്തിട്ട് കടുക് വറുക്കുക. അത് മൂത്ത് കഴിയുമ്പോൾ അതിനകത്തോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില ഇട്ട് മൂപ്പിക്കുക. അതിന് ശേഷം സബോള, കിഴങ്ങ് ഇടുക. അത് നന്നായിട്ട് കിഴങ്ങ് നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം കുക്കറിലിരിക്കുന്ന താറാവിനെ എടുത്തിടുക. താറാവ് ഇട്ട് അതൊന്ന് ആയി കഴിയുമ്പോൾ തേങ്ങാപ്പാൽ 1.5 തേങ്ങ 2 തേങ്ങയെങ്കിലും ആയാൽ നല്ലതായിരിക്കും. തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ഇളക്കി അവിടെ വെക്കുക. കുരുമുളകാണ് ഇതിന് മെയിൻ സാധനം. കുരുമുളക് പൊടി മാത്രമേ ഇടാവുള്ളൂ, അല്ലാതെ മുളക് പൊടി വാരി ഇടരുത്. മുളക് പൊടി ഇട്ടല്ലാത്ത പപ്പാസ് വെക്കുന്നത്. ഇത് കണ്ടോ, ഇത് രാത്രി ആയതുകൊണ്ട് ഇരുട്ടത്ത് കണ്ട് ഈ കളർ കേട്ടാ ഇതേണ്ട. താറാവ് പപ്പാസ് ഇങ്ങനെ തിളയ്ക്കുന്നു. തേങ്ങാപ്പാലും കൂടി ഒഴിച്ചാലേ കുറുകുറുപ്പ് കിട്ടത്തുള്ളൂ. പപ്പാസ് കിഴങ്ങിടുന്നത് ഒരു ഇതിന് വേണ്ടിയാണ്, ഒരുപാട് വെള്ളമായിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടിയാണ്. താറാവ് പപ്പാസ് റെഡിയായോ എന്ന് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്തേക്കുക കേട്ടാ. കണ്ട, താറാവ് പപ്പാസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചപ്പാത്തിയും കൂടെ ഉണ്ട്. ചൂട് ചപ്പാത്തിയും താറാവ് പപ്പാസുമായിട്ട് കഴിക്കാൻ എന്തോ രസമാണ്, എന്തോ ടേസ്റ്റാണെന്നറിയോ. ഇത് കണ്ട, കുഴപ്പമില്ല കേട്ടോ. ഞങ്ങൾ നോക്കി ആദ്യമായിട്ട് വെക്കുന്നതെങ്കിലും അടിപൊളിയാണ്. ഉപ്പൊക്കെ നോക്കി, ഉപ്പൊക്കെ പാകത്തിന് ഇടാവുള്ളൂ. ഒരുപാട് ഉപ്പൊന്നും മാറി ഇടരുത്. ഇപ്പോൾ താറാവ് കുക്കറിൽ വെക്കാൻ നേരത്ത് കുറച്ച് ഉപ്പിട്ട് വെക്കണം. എന്തായാലും താറാവിന് ഉപ്പ് പിടിക്കത്തുള്ളൂ. കൊള്ളാമോ? താറാവ് പപ്പാസ് കൊള്ളാമെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് കമൻ്റ് ഇടുക. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. കൊള്ളാമെങ്കിൽ നിങ്ങൾക്കും താറാവ് പപ്പാസ് വെക്കാൻ എല്ലാവർക്കും അറിയാവുന്ന വരില്ല. എന്നാലും ഇതുപോലുള്ള ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞാൻ വെക്കുന്നത്. കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് കമൻ്റ് ഇടുക. നിങ്ങൾ കണ്ടിട്ട് കൊള്ളാമെങ്കിൽ കമൻ്റ് ഇടുക. നിങ്ങളും ഇതുപോലെ വെച്ച് നോക്കുക. വെച്ച് നോക്കിയതിന് ശേഷം അതിൻ്റെ വിവരം അറിയിക്കുക. എല്ലാവർക്കും ബൈ.